നമസ്കാരം. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ മൂല്യമുള്ള ഒരു കമ്പനി, അതിൽ നിങ്ങളും ഒരു പാർട്ട്ണറായാലോ? ആ കമ്പനി നിങ്ങളുടേതും കൂടി ആക്കിയാലോ? വളരെ എളുപ്പമാണ്. അതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ബിസിനസ് ഒന്നും അറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഞാനിപ്പോൾ പറയുന്നത് ഓഹരി അഥവാ ഷെയർ എന്നതിനെക്കുറിച്ചാണ്. സാമ്പത്തിക വിപണിയിൽ പാർട്ട്ണർഷിപ്പ് കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ, റിയൽ എസ്റ്റേറ്റ് നിക്ഷേപക ട്രസ്റ്റുകൾ തുടങ്ങിയവയുടെ ആസ്തികളുടെ ഒരു പങ്ക് വെളിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് ഷെയർ അഥവാ ഓഹരി എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയുടെ മൊത്തം ഉടമസ്ഥാവകാശത്തെ ചെറിയ ചെറിയ ഭാഗങ്ങളായി മാറ്റുന്നു. അങ്ങനെയുള്ള ഓരോ ഭാഗത്തെയും ഒരു ഷെയർ അഥവാ ഓഹരി എന്ന് വിളിക്കുന്നു. ഈ ഓഹരി ഒരു വ്യാപാര വസ്തുവാണ്. നമുക്കത് വാങ്ങാം, സൂക്ഷിക്കാം, കൈമാറ്റം ചെയ്യാം, വിൽപ്പന നടത്താം. ഈ ഓഹരികളുടെ കൈമാറ്റത്തിനായുള്ള ധനകാര്യ സംവിധാനമാണ് ഓഹരി വിപണി അഥവാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. എങ്ങനെയാണ് ഒരു ഓഹരി രൂപപ്പെടുന്നത്? വലിയ ഒരു തുക ആദ്യമേ മുതൽ മുടക്കി ഒരു സ്ഥാപനം തുടങ്ങി അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഏതൊരു സ്ഥാപനത്തിൻ്റെയും ആരംഭവും പ്രാഥമിക മുതൽ മുടക്കുമെല്ലാം ഇവരുടേതായിരിക്കും. ഇങ്ങനെ തുടങ്ങി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനം ക്രമേണ അവരുടെ ബിസിനസ് വിപുലീകരിക്കാനോ അല്ലെങ്കിൽ കമ്പനിയുടെ മറ്റു പ്രവർത്തന ചെലവുകളിലേക്കോ ധനം ആവശ്യമായി വരുന്ന പക്ഷമോ മറ്റുള്ളവരിൽ നിന്ന് കൂടി നിക്ഷേപം സ്വീകരിക്കാൻ തീരുമാനിക്കുന്നു. ഇതിൽ ധനകാര്യ സ്ഥാപനങ്ങൾ, മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ, ബാങ്കുകൾ, നല്ല ധനവാന്മാരായിട്ടുള്ള നിക്ഷേപകർ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഇതിൽ ആകർഷ്ടരാവുകയും ഒരു നിക്ഷേപം എന്ന രീതിയിൽ ഈ സ്ഥാപനത്തിൽ മുതൽ മുടക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഇങ്ങനെ പലരിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കേണ്ട ആവശ്യകതയിലേക്കായി ഈ സ്ഥാപനത്തെ ഓഹരി വിപണിയിലേക്ക് കൊണ്ടുവരികയും അതിൽ പൊതുജനങ്ങൾക്കും ഓഹരി വാങ്ങുന്നതിന് അവസരമുണ്ടാവുകയും ചെയ്യുന്നു. ഇതിൽ ഓഹരികൾ എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? ഉദാഹരണത്തിന് 1,00,000 രൂപ മൊത്തം മുതൽ മുടക്കി പ്രൊമോട്ടേഴ്സ് തുടങ്ങിയ ഒരു കമ്പനിയാണെന്ന് കരുതുക. അതിന് 10 രൂപ മുഖവിലയുള്ള 10,000 ഓഹരികളായിട്ടാണ് ഭാവിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ നിന്നും 50,000 ഓഹരികൾ വാങ്ങിയിരിക്കുന്ന ഒരാൾ കമ്പനിയുടെ പാതി ഉടമയാണ്. ഇപ്പം ഞാനൊരു 10 ഓഹരി വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ 1000-ൽ ഒരു ഭാഗം ഉടമയായി. അതുപോലെ ഈ സ്ഥാപനം ലാഭത്തിൽ പ്രവർത്തിക്കുകയും ഉടമകൾക്ക് ലാഭവിഹിതം നൽകാൻ തീരുമാനിക്കുകയും ചെയ്താൽ അതിൽ നിന്ന് ഒരു വിഹിതം എനിക്കും കിട്ടും. അതിനാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പണം ഇരിപ്പുണ്ട്. അത് നമുക്ക് ഏത് രീതിയിലുള്ള ബിസിനസ് ചെയ്യണമെന്നറിയില്ല, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയോ അറിവോ ഇല്ല, അതിൻ്റെ ഉള്ളുകള്ളികളോ മറ്റു കാര്യങ്ങളോ കുറിച്ചുള്ള അവബോധമോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് നടത്തിക്കൊണ്ടുപോകാനുള്ള പ്രാപ്തിയോ സമയമോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള ഒരാൾക്കും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ പങ്കാളിയാകാൻ സാധിക്കും. കാരണം ഒരു കമ്പനിയുടെ ഓഹരി വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ കമ്പനിയുടെ ഒരു പങ്കാളിയായി തീരുക എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളുടെയും ഓഹരി നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. ലിസ്റ്റ് ചെയ്യപ്പെട്ടതോ അല്ലാത്തതോ ആയിട്ടുള്ള ഈ ഓഹരി വിപണിയുടെ ചട്ടങ്ങൾ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളുടെ ഓഹരിയാണ് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളുമായി അടുത്ത വീഡിയോ ചെയ്യാം. ഓക്കെ.